ഇടുക്കി കട്ടപ്പന വീട്ടിപ്പടിക്ക് സമീപം ഉരുൾപൊട്ടലുണ്ടായി എന്നുള്ള വാർത്തയാണ് നമ്മൾ നേരത്തെ കൊടുത്ത വാർത്തയിൽ ഒരു സ്ഥിരീകരണം വരികയാണ്. അത് ഉരുൾപൊട്ടൽ ഉണ്ടായി എന്നുള്ള സംശയങ്ങളായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അങ്ങനെ പറയുന്നുണ്ട്. അവിടെ ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നു എന്നാണ് പറയുന്നത്. സമീപത്തെ വീടുകളിലേക്ക് മണ്ണും കല്ലും ഒലിച്ചെത്തിയിട്ടുണ്ട്. നഗരസഭാ അധികൃതർ എത്തി പ്രദേശത്തെ കല്ലും മണ്ണും നീക്കം ചെയ്യുകയാണ് ഇപ്പോൾ. നേരത്തെ നമ്മൾ ആ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ കണ്ടിരുന്നു. അത്രയും കല്ലുകളൊക്കെ നേരത്തെ ആരോ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. പാറക്കഷ്ണങ്ങളൊക്കെ ഒഴുകി വരുന്നുണ്ട് എന്ന് ആളുകൾ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. ആഷിക്കാണ് വിവരങ്ങൾ നൽകാൻ. ആഷിക്ക്, ഈ ഉരുൾപൊട്ടൽ ഉണ്ടായി എന്നുള്ള സംശയം മാത്രമാണ് നേരത്തെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് സ്ഥിരീകരിക്കുകയാണോ? നിലയ്ക്കാണ് കട്ടപ്പനയിലാണ് ഉരുൾപൊട്ടൽ ഉണ്ടായി എന്ന് സ്ഥിരീകരിക്കുന്നത്. കട്ടപ്പനയ്ക്ക് സമീപത്തെ വീട്ടിപ്പടിക്കാണ് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ളത്. മുമ്പും ഇവിടെ ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്ന മേഖലയാണ്. നിരവധി വീടുകളുള്ള പ്രദേശമാണ്. അവിടെ വീടുകൾക്കുള്ളിലേക്ക് മണ്ണ് ഒലിച്ചെത്തുന്ന സാഹചര്യം ഉണ്ടായിട്ട് മണ്ണില് വീടിന്റെ കാർപോർട്ടിലേക്ക് അടക്കം വലിയ തോതിൽ മണ്ണ് ഒലിച്ചെത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ടോ, കല്ലും മണ്ണും അടക്കം ഒലിച്ചു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും നിലവിൽ അവിടെ അധികൃതർ, നഗരസഭാ അധികൃതരും മറ്റും സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. മണ്ണും കല്ലും മറ്റും നീക്കുന്നുണ്ട്. ഈ വീടുകളിലൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ രാത്രി ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ആരും തന്നെ ഇത് രാത്രി ഉരുൾപൊട്ടിയത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. രാവിലെ എണീറ്റ് നോക്കുമ്പോഴായിരുന്നു വീട്ടുമുറ്റത്തും കാർപോർട്ടിലും അടക്കം മണ്ണും കല്ലും ഇടിഞ്ഞെത്തിയിരിക്കുന്നത് കണ്ടിട്ടുള്ളത്. ഏതായാലും അവിടെ നിന്ന് ഇത്തരം മണ്ണും അവശിഷ്ടങ്ങളും മറ്റും മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. അതേസമയം നിരവധി മറ്റിടങ്ങൾ, ഇടുക്കിയിലെ മറ്റിടങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. മുണ്ടിയരിമയിൽ നിരവധി വീടുകൾ വെള്ളത്തിനടിയിലായിട്ടുള്ള 2 നില വീടുകളിൽ ഒരു നില പൂർണ്ണമായും വെള്ളത്തിനടിയിലായിട്ടുള്ള സാഹചര്യമാണ് ഉള്ളത്. അതേസമയം നെടുങ്കണ്ടം താന്നിമൂട് മേഖല പൂർണ്ണമായും ഒറ്റപ്പെട്ട് തന്നെ തുടരുകയാണ്. മേഖലയിലുള്ള റോഡുകളിൽ വലിയ തോതിൽ പൊങ്ങിക്കിടക്കുകയാണ്. അവിടെയുള്ള ഒരാളുടെ പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ആ പ്രതികരണം ഒന്ന് കേട്ടുവരാം.